ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബറാസ് വേൾഡ്. അപ്പോൾ ഞാനിന്നൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിലുള്ള ചെറിയ മസാലകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിന് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ പച്ചമുളക് എടുത്തത് നമ്മൾ വേറെ മുളകൊന്നും ഇതിൽ ചേർക്കുന്നില്ല, പിന്നെ കുരുമുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 5-10 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്ന ഉള്ളി, ഒരു ചെറിയ ഉള്ളിന് 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയാണെങ്കിൽ ഒരു 5-10 കുഞ്ഞുള്ളിയും കൂടി എടുത്താൽ മതി. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. പൊടികൾ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ എത്ര ചിക്കൻ എടുക്കണോ അത്ര അതിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചിക്കന് ഏകദേശം ഒരു 4 പീസ് 6 പീസ് എന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ ഗ്രില്ല് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 പീസ് എന്ന ലെവലിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ 8 പീസാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമെല്ലാം ഉണ്ട്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് 8 പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിൽ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ, ഏകദേശം മാക്സിമം 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇതേപോലെ ചാർക്കോളൊക്കെ ഒന്ന് കത്തിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ദിവസം നല്ല മഴയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ തീയൊന്ന് കത്തിക്കിട്ടാൻ വേണ്ടി വല്ലാണ്ട് ബുദ്ധിമുട്ടി. എൻ്റെ സിസ്റ്റർ മോനാണ് സഹായിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിരട്ട വെച്ച് കത്തിച്ചിട്ട് ചാർക്കോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവന് തീ സെറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് ഞാനിവിടെ ഗ്രില്ലിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കന്. അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് വീശി കൊടുക്കും വേണം. അപ്പോൾ നമ്മളെ കനൽ നന്നായിട്ട് കനൽ ചൂടായി കിട്ടും. അപ്പം വീശുന്നതല്ലോ എൻ്റെ സിസ്റ്റർ മോൻ തന്നെയാണ്, ഞാനവിടെ നിന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മളിതൊന്ന് കുക്കായെന്നൊന്ന് നോക്കണം. അപ്പോൾ ഈ ചിക്കന് ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നോക്കുന്നുണ്ട് ഇത് കുക്കായോ എന്ന്. അപ്പോൾ ഇത് കുക്കായതാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുത്തുമ്പോൾ അത് ഉള്ളിലേക്ക് അങ്ങ് പോയിക്കോളൂ. അപ്പോൾ ഞാനിത് കുത്തി നോക്കുമ്പോൾ ഉള്ളിലോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനൊരു കാസറോളിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം എനിക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീയൊന്ന് കത്തിക്കിട്ടിയാൽ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. തീ ഒന്ന് കത്തിക്കിട്ടേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഗ്രിൽഡ് ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കുബൂസും മയണീസും എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നല്ല മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം.